ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ്. അപ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്നും അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്താണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ? ദീസ് ആർ ദി ഐഡിയ ഓഫ് എക്സ്പ്രസിങ് നമ്പേഴ്സ് യൂസിങ് ലെറ്റേഴ്സ് ഓർ ആൽഫബറ്റ്സ്. ഒരു നമ്പറിനെ ലെറ്റേഴ്സും ആൽഫബറ്റ്സും ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് സ്പെസിഫൈയിങ് ആക്ച്വൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, പക്ഷേ ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഹിൻസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ആ വാല്യൂസിനെ ആൽഫബറ്റ്സും നമ്പേഴ്സും ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറയണത് എന്താണ്? ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയേ. 4x² + 2y. എക്സാമ്പിൾ 4x² + 2y. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനെ നമ്മൾ ടേംസും ഫാക്ടേഴ്സും ആയിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ടേംസ് എന്തൊക്കെയാണ്? 4x² -2xy. ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ്. 4x² -2xy. അപ്പോൾ 4x² എന്ന് പറയുമ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 3 ഫാക്ടർ ഉണ്ട്. കാരണം ഇവിടെ x² ആണ്. അപ്പോൾ 2x അവിടെ വന്നിട്ടുണ്ട്, x × x. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാം? 4 × x × x. ഇനി -2xy ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? -2 × x × y. മനസ്സിലായോ? ഇവിടെ ശരിക്കും ഇൻറ്റു ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ -2 ഉണ്ട്, x ഉണ്ട്, y ഉണ്ട്. ഇതാണ് ഇതിൻ്റെ 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 5xy + 10. 5xy + 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? 5xy + 10. ഇനി അതിൻ്റെ ടേംസ് നമ്മൾ എഴുതണത് എങ്ങനെയാണ്? 5xyയും 10ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തായിട്ട് വരും? 5 ഫാക്ടറാണ്, x ഫാക്ടറാണ്, y ഫാക്ടറാണ്. പക്ഷേ 10ന് ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇവിടെ 3 ഫാക്ടേഴ്സാണ്, 5ഉം xും yയും. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നോക്കിയേ. സബ്ട്രാക്ഷൻ ഓഫ് z ഫ്രം y. വൈയിൽ നിന്ന് z കുറയ്ക്കുക. അതെങ്ങനെ ഓൾജിബ്രൈക് എക്സ്പ്രഷനിലേക്ക് ആക്കും? എങ്ങനെയാണ്? y - z അല്ലേ? സബ്ട്രാക്ഷൻ ഓഫ് z ഫ്രം y. വൈയിൽ നിന്ന് z സബ്ട്രാക്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് നോക്കിയേ. 1/2 ഓഫ് ദി സം ഓഫ് നമ്പേഴ്സ് x ആൻഡ് y. 1/2 of the sum of numbers x and y. നോക്കിയേ, 1/2 of the sum of numbers x and y. x and yയുടെ സമ്മിൻ്റെ 1/2. അപ്പോൾ x and yയുടെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? x + y. അതിൻ്റെ ഹാഫ്. അപ്പോൾ 1/2 × x + y എന്ന് വരും. ദെൻ അടുത്ത് നോക്കിയേ. 1/4 ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് p ആൻഡ് q. p ആൻഡ് qൻ്റെ പ്രൊഡക്റ്റിൻ്റെ 1/4. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ്? p × q. അപ്പോൾ നമുക്കതിനെ എങ്ങനെ pq എന്ന് പറയാം. അതിൻ്റെ 1/4. അപ്പോൾ 1/4 pq. ദെൻ അടുത്ത് നോക്കിയേ. നമ്പേഴ്സ് x ആൻഡ് y ബോത്ത് സ്ക്വയേർഡ് ആൻഡ് ആഡഡ്. എക്സും വൈയും എന്ന് പറഞ്ഞ 2 നമ്പർ രണ്ടും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ എക്സിനെ സ്ക്വയർ ചെയ്യുക, വൈനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? x² + y². അടുത്തത് നമ്പർ നോക്കിയേ. നമ്പർ 5 ആഡഡ് ടു 3 ടൈംസ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് m ആൻഡ് n. m ആൻഡ് n പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ m × n, അതായത് മൾട്ടിപ്ലിക്കേഷൻ. അതിൻ്റെ 3 ടൈംസിൻ്റെ ഒപ്പം 5 ആഡ് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 3mn + 5. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. താങ്ക് യു.